മരണം വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഫിലിപ്പൈൻസിന്റെ തെരുവുകളിൽ. ആരും എപ്പോൾ വേണമെങ്കിലും മരിച്ചു വീഴാം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളെന്നോ വിൽപ്പനക്കാരനെന്നോ ഒരു സംശയം മതി. ആർക്കും ആരെയും കൊല്ലാവുന്ന അരാജകമായ അവസ്ഥ. മരണദൃശ്യങ്ങൾ ഓരോ തെരുവിലും പതിവാണ്. ദിവസം പുലരുന്നത് തന്നെ മൃതദേഹങ്ങളുടെ ദാരുണമായ കണിയുമായാണ്. അധികാരത്തിലേറിയ ആദ്യ നാളിൽ തന്നെ പ്രസിഡന്റ് റോഡറിഗോ ഡ്യൂട്ടയുടെ പ്രഖ്യാപനം വന്നു. മയക്കുമരുന്നുമായി ബന്ധമുള്ള എല്ലാവരെയും വകവരുത്തുക. പോലീസും നാട്ടുകാരും ഒരുമിച്ചിറങ്ങി ഈ ഉന്മൂലനത്തിനായി. ഫലം കൂട്ട നരവേട്ട. കഴിഞ്ഞ ജൂലൈയിൽ വരെ മാത്രം 3500 പേരാണ് കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ പൂർത്തിയായാൽ എണ്ണം 35,000-ഓളം എത്തിയേക്കാമെന്ന് റോഡറിഗോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പൈൻസ് തെരുവുകളിൽ നിന്ന് ഈ മരണദൃശ്യങ്ങൾ ഒപ്പിയെടുത്തത് ടൈംസ് ഫോട്ടോഗ്രാഫർ ഡാനിയൽ ബെറൂലാക്കാണ്. 35 ദിവസം കൊണ്ട് വ്യത്യസ്തമായ 41 സ്ഥലങ്ങളിൽ നിന്ന് 57 മരണദൃശ്യങ്ങളാണ് പകർത്തിയത്. രക്തമുറയുന്ന കാഴ്ചകൾ. തെരുവിലും കിടപ്പുമുറിയിലും മാലിന്യക്കൂമ്പാരത്തിലും വരെ മൃതദേഹങ്ങൾ, ഉണങ്ങാത്ത ചോരപ്പാടുകൾ. ആസൂത്രണം നടത്തുന്ന കശാപ്പുകാർ, മയക്കുമരുന്ന് മാഫിയെന്ന് മുദ്രകുത്തി തടവിൽ മരണം കാത്തുകഴിയുന്ന ആയിരങ്ങൾ. ഈ ചിത്രങ്ങൾ ഒരു രക്തദാഹിയുടെ ക്രൂരകൃത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ലെന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് പ്രസിഡന്റ് റോഡറിഗോ. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഫോണിൽ വിളിച്ച് ഈ നരമേധത്തിന്റെ പേരിൽ അഭിനന്ദിച്ചെന്നും ന്യൂയോർക്ക് സന്ദർശിക്കാൻ ക്ഷണിച്ചെന്നുമാണ് റോഡറിഗോയുടെ അവസാനത്തെ അവകാശവാദം.